ഈ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകണത് എങ്ങനെയാണെന്നറിയാം? നമ്മൾ ഉടുത്ത വസ്ത്രത്തിൻ്റെ പേരിലോ, നമ്മൾ വന്ന കാറിൻ്റെ പേരിലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആഡംബരങ്ങളുടെ പേരിലൊന്നുമല്ല, നമ്മൾ കൊടുത്ത കാരുണ്യത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ബാക്കിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കുന്നത് ഇവിടെയാണ്, മറ്റേ പയ്യന്നൂരാണ് പഠിക്കുന്നത്. അപ്പോൾ പഠനം അവസാനം കഴിഞ്ഞു, അവൾ കോഴ്സൊക്കെ പൂർത്തിയാക്കി. അവൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അവളുടെ വീട് ഇവിടെ ബേപ്പൂരാണ്, കോഴിക്കോട് നിന്ന് ട്രെയിന് കയറി പയ്യന്നൂരെത്തണം. കാസർഗോഡിൻ്റെ തുടക്കത്തിലാണ് കോളേജ് കിടക്കുന്നത്. അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ഒരു 10-11 മണിയെങ്കിലും ആവും. രാവിലെ 5 മണിക്കെങ്കിലും ഇറങ്ങുകയും വേണം. അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പ്രയാസമുണ്ട്, കാരണം അവൾക്ക് 3 വയസ്സുള്ളൊരു മോളുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ എല്ലാ ദിവസവും